ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്ലവർ വൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പം എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 4 തെർമോക്കോളിൻ്റെ ഷീറ്റാണ്. അപ്പം 1 ഇഞ്ച് കനത്തിനുള്ള 2 ഷീറ്റായിരുന്നാലും മതിയാകും. ഞാൻ 1 ഇഞ്ച് കനത്തിലുള്ള ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു 3/4 ഇഞ്ച് കനത്തിലുള്ള 4 തെർമോക്കോളിൻ്റെ ഷീറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 4ഉം കൂടെ നമുക്ക് ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഫെവിക്കോൾ കൊണ്ട് ഒന്നിച്ച് ഒട്ടിച്ച് ചേർക്കാം. അടുത്ത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിലൊരു ഫ്ലവർ വൈസിൻ്റെ ഒരു പടം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് തെർമോക്കോൾ ഷീറ്റിലോട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏത് ആകൃതിയിലാണോ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ വരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഒരു റൗണ്ട് മാർക്കും കൂടെ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടിഭാഗം ലെവലുള്ള കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ളത് വെട്ടിയെടുത്ത് നമുക്ക് ഒരു റൗണ്ട് മാർക്ക് കറക്റ്റ് സെൻറ്ററിൽ കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഒരു ചെറിയ ഡിസൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിസൈൻ റൗണ്ട് മാർക്കിൽ വരുന്ന മുകളിലത്തെ പീസ് നമുക്ക് വേണ്ടി വരും. അതിൻ്റെ അടിസൈഡിലുള്ള റൗണ്ട് മാർക്കിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. ഇനി മൊത്തത്തിൽ തന്നെ നമ്മൾ വരച്ചേക്കുന്ന അതേ ആകൃതിയിൽ തന്നെ ആ 4 ഷീറ്റിൽ നിന്നും വൈസിൻ്റെ ആകൃതിയിൽ അകത്തുള്ള പീസ് വെട്ടിയെടുത്ത് മാറ്റിക്കളയുക. എന്നിട്ട് അതിൻ്റെ ചെറിയ ഭാഗം റൗണ്ട് മാർക്കിനകത്തുള്ള ചെറിയ ഭാഗം കറക്റ്റ് മറ്റൊരു കാർഡ്ബോർഡിൻ്റെ പീസിലോ അല്ലെങ്കിൽ ഒരു തെർമോക്കോളിൻ്റെ ഷീറ്റിലോ കറക്റ്റ് ഒട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ വെട്ടിയെടുത്ത തെർമോക്കോളിൻ്റെ ബാക്കി ഭാഗം ഗ്ലൂ വെച്ച് കറക്റ്റ് സെൻറ്റർ ഭാഗം എല്ലാം നോക്കി അതിനെ കൂടെ ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് സിമൻറ്റ് വെള്ളം കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ സിമൻറ്റ് വെള്ളം കൂടെ നല്ല കട്ടിക്ക് തന്നെ മിക്സ് ചെയ്യുക. നമുക്ക് ആ ബാക്കി അകത്ത സൈഡിൽ മൊത്തത്തിൽ ഒഴിച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ ഫില്ല് ചെയ്ത് ഏകദേശം ഒരു 24 മണിക്കൂറൊന്ന് അതൊന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചിരിക്കുക. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ വെളി സൈഡിലുള്ള തെർമോക്കോളിൻ്റെ പീസെല്ലാം ഇളക്കി മാറ്റാം. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ചെറിയ പീസും കൂടെ എല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ 2 സൈഡിലെയും എൻഡ് ഭാഗം വരുന്ന അറൗണ്ട് അതിൻ്റെ ചുറ്റാതെ വരുന്ന എൻഡ് ഭാഗം മൊത്തം കറക്റ്റ് ചരിച്ച് തന്നെ കറക്റ്റ് സെൻറ്റർ നോക്കി സൈഡിൽ നിന്ന് വെളിയിൽ നിന്ന് സെൻറ്റർ ഭാഗം നോക്കി ഉള്ളിലോട്ട് ചരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിൻ്റെ അകത്തും ഏകദേശം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഏകദേശം കറക്റ്റ് അകത്തോട്ട് തന്നെ കത്തി കൊണ്ട് ചെറുതായിട്ട് ചുരണ്ടി കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കുക. അകത്തുള്ള ആ റൗണ്ട് ഷേപ്പ് കൂടെ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത കുപ്പിയുടെ അടപ്പ മറ്റെന്തെങ്കിലും കൊണ്ട് ഒന്നും കൂടെ അതിനൊന്ന് വൃത്തിയാക്കി എടുക്കുക. വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കുഴിച്ച് തന്നെ കറക്റ്റ് ചെത്തി മാറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെള്ളവും എംബൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം അതിൻ്റെ പുറത്തെ സൈഡ് മൊത്തം പേപ്പർ ചെയ്തെടുക്കുക. മുകളിലത്തെ ഇതിൻ്റെ കഴുത്ത് ഭാഗമൊക്കെ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കുറേശ്ശെ കത്തി കൊണ്ട് നല്ലവണ്ണം ഉരച്ച് കളഞ്ഞ് പേപ്പറിട്ട് വൃത്തിയാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഡിസൈൻ കൊടുക്കാനാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെറിയൊരു മലയുടെ ഷേപ്പിലാണ് ചെറിയ ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് മലയുടെ ആകൃതിയിൽ ചെറുതായിട്ട് വരയിടുക. അപ്പോൾ നമുക്ക് ചെറിയൊരു വരയിട്ടിട്ട് അതിൻ്റെ അതേ അളവിൽ ആ മലയുടെ കനം വെളിയിലോട്ട് തള്ളി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം മൊത്തം ചെറുതായിട്ട് കത്തി ഉപയോഗിച്ച് അരിഞ്ഞരിഞ്ഞ് കളയുക. അങ്ങനെ ഓരോ മലകളും അതിനകത്ത് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു മലയുടെ കനം നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് ആ ഒരു കനത്തിനനുസരിച്ച് ബാക്കിയുള്ള ഭാഗം നല്ലവണ്ണം ഉരച്ച് കട്ട് ചെയ്ത് മാറ്റി കളയുക. അങ്ങനെ നമുക്ക് എവിടെയെല്ലാം എത്ര എണ്ണം വേണോ കൊടുക്കുന്നത് അത് ഓരോ പീസ് ഉണ്ടാക്കുമ്പോഴും ആ ഓരോ പീസിൻ്റെ കനം കാണിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം വെളിയിലോട്ടുള്ള ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റി കളയുക. അത് കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഡ്രില്ലിംഗ് മെഷീനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഹോള് നിങ്ങളുടെ സൈസിനനുസരിച്ച് എത്ര വേണോ ആ ഒരു സൈസിനനുസരിച്ച് നല്ലവണ്ണം വലുതാക്കി കൊടുക്കുക. ഹോള് കുറേ നല്ല റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇനി നല്ല ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് നല്ലവണ്ണം
അതിനെ ഡ്രില്ല് ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ നല്ല ഇച്ചിരി കൂടെ ഹോള് നല്ല താഴ്ച കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള മലയുടെ ഡിസൈൻ എല്ലാം നമ്മൾ ഓരോ പീസും വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പേപ്പർ ഉപയോഗിച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കാം. പേപ്പറെല്ലാം ചെയ്ത് തീർന്നിട്ട് നമ്മൾ പിന്നെ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് വൈറ്റ് സിമെൻറ്റും കൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സിമെൻറ്റിൽ എവിടെയെങ്കിലും ചെറിയ കുഴിവോ അങ്ങനെയുള്ള ചെറിയ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് അടഞ്ഞു കിട്ടും. അപ്പോൾ ആ വൈറ്റ് സിമെൻറ്റും കൂടെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് എംബതിൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം പേപ്പറും കൂടെ ചെയ്തെടുക്കാം. പേപ്പർ എടുക്കാൻ നേരത്ത് നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ എംബതിൻ്റെ പേപ്പർ ഉപയോഗിച്ച് മൊത്തത്തിൽ ആ തടുപ്പെല്ലാം പേപ്പർ ചെയ്തിട്ട് 220 പേപ്പറും കൂടെ ഉപയോഗിച്ച് നല്ലവണ്ണം ഫിനിഷ് ചെയ്തും കൂടെ എടുക്കാൻ ശ്രമിക്കുക. പേപ്പറെല്ലാം ചെയ്ത് തീർന്നതിന് ശേഷം ഇനി അടുത്ത് നമുക്ക് കളർ കൊടുക്കാം. അപ്പോൾ കളർ കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്കാണ് കൊടുക്കുന്നത്. ഇനി അതിനകത്തുള്ള മലയുടെ അതിനകമൊക്കെ വരച്ചെടുക്കാൻ വേണ്ടി അതിൻ്റെ ബോർഡർ മാത്രം, എഡ്ജ് ഭാഗം മാത്രം നമുക്ക് ആക്രിലിക്കിൻ്റെ ഗോൾഡ് ഉപയോഗിച്ച് ഓട്ടിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ നല്ലവണ്ണം ഉണങ്ങാൻ വയ്ക്കുക. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒരു കോട്ട് ക്ലിയർ വാനിഷും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിയർ വാനിഷും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി